ഇന്നത്തെ വിപണിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള പോസിറ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഇടിവിൽ നിന്ന് നിലവിൽ ഇപ്പോൾ നേട്ടത്തിലേക്ക് കരകയറാൻ വിപണിയെ സഹായിച്ചിട്ടുള്ള കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് മികച്ച ഒരു ടേക്ക് ഓവർ ഡാറ്റയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ആയിട്ടുള്ള കോസ്പി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 3% നേട്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. ജാപ്പനീസ് സൂചികയായിട്ടുള്ള നിക്കേ 225 പരിശോധിക്കുകയാണെങ്കിൽ 1% നേട്ടം. ഹോങ്കോങ് സൂചികയായിട്ടുള്ള ഹാങ്സെങ്ങിനെ സംബന്ധിച്ചിടത്തോളം 0.5% ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടാതെ ഫ്രൈഡേയിലുള്ള ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ US മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കംബാക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. കൂടാതെ US ഫ്യൂച്ചേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടത്തിലാണ് US-ൻ്റെ ഒരു ഫ്യൂച്ചേഴ്സും ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിലവിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലി തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റീസിലേക്ക് ഒരു റൊട്ടേഷൻ നടത്തി വരുന്നു. അതായത് മാക്രോ തലത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഒക്കെ പതിയെ മാറുന്നു. അതായത് ഷട്ട് ഡൗണിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഏകദേശം അവസാനിക്കും ഒരു സമവായത്തിലേക്ക് നിലവിലിപ്പോൾ US പാർലമെൻറ്റ് എത്തിച്ചേരും എന്നൊരു രീതിയിലേക്ക് മാറുന്നു. കൂടാതെ ഫെഡിൻ്റെ ഭാഗത്തു നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണെങ്കിലും റിസഷനെ സംബന്ധിച്ചിടത്തോളം US-ലുള്ള ഭീഷണികളൊക്കെ തന്നെ മാറുന്നു എന്നൊരു കാര്യമൊക്കെ തന്നെ വിപണിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ 40 ദിവസത്തെ ഒരു ഷട്ട് ഡൗൺ ആണ് US-ൽ ഇപ്പോൾ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൺസർട്ടനിറ്റി നിലവിലിപ്പോൾ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IT കമ്പനികളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പോസിറ്റിവിറ്റി എവിടെയാണ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഡാറ്റ ഈ ഒരു US ഷട്ട് ഡൗൺ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായിട്ട് തുടങ്ങും. അതായത് നിലവിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US എക്കണോമി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ളൊരു ഡാറ്റ ലഭിക്കുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു ഡിലേ ഉണ്ടാകുന്നു. പ്രൈവറ്റ് ഡാറ്റകൾ മാത്രമാണ് വിപണിയിലേക്ക് എത്തുന്നത് എന്നൊക്കെയുള്ളത് ഒരു തിരിച്ചടിയാണ്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ മാറുന്നു. കൂടുതൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് US-ൻ്റെ ഒരു എക്കണോമിക് ഔട്ട്ലുക്ക് മാറുന്നു എന്നൊരു സൂചന കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഒരു ഷട്ട് ഡൗൺ മാറുന്നു എന്നൊരു കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ FIS-ൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ഒരു നെറ്റ് ബയ്യറായ ഒരു കാഴ്ചയായിരുന്നു FIS-നെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്.